മുത്തശ്ശി പറഞ്ഞതായാലോ, മലയാളികളുടെ ദേശീയ ഉത്സവവും വിളവെടുപ്പ് ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസമാണ് നാം ഓണം ആഘോഷിക്കുന്നത്. പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് മഹാബലി എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്തെ ഭരണം ദേവന്മാരെ പോലും അസൂയാലുക്കളാക്കുന്ന രീതിയിലായിരുന്നു. അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെ ആയിരുന്നു. പാവപ്പെട്ടവനെന്നോ വലിയവനെന്നോ ഉണ്ടായിരുന്നില്ല. അഴിമതിയും കള്ളത്തരവും ഉണ്ടായിരുന്നില്ല. മഹാബലിയെ കുറിച്ചുള്ള പാട്ട് കേട്ടിട്ടില്ലേ? അസൂയാലുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി. മഹാവിഷ്ണു വാമനൻ എന്ന ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്ന് മഹാബലിയോട് തപസ് ചെയ്യാൻ 3 അടി ആവശ്യം നൽകാമെന്ന് മഹാബലി പറഞ്ഞു. അത് കേട്ട വാമനൻ ആകാശം മുന്നേ വളരുകയും 2 അടി കൊണ്ട് തന്നെ ആകാശവും ഭൂമിയും അളന്നു. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. തന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും മുമ്പ് വാമനൻ എല്ലാ വർഷവും തന്റെ പ്രജകളെ അന്ന് കാണാനുള്ള അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് മഹാബലി എല്ലാ വർഷവും തന്റെ പ്രജകളെ കാണുവാനുള്ള അവസരം വാമനൻ അനുവദിച്ചു. അങ്ങനെയാണ് നമ്മളെല്ലാം കാണുവാൻ മഹാബലി വരുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മലയാളികൾ കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നത്. ഊഞ്ഞാലാടിയും പൂക്കളമൊരുക്കി വിഭവ സമൃദ്ധമായ ഓണസദ്യ കഴിച്ചുമാണ് നാം ഓണം ആഘോഷിക്കുന്നത്. പൊന്നോണത്തിനായി പാടാം പാടാവാം